പറ ഇതൊന്നും കണ്ടോ, ഇത് അമ്മച്ചിയുടെ ദേഷ്യം. വെറുതെ കുറച്ചേക്ക് ഞാൻ എന്നാ പറയാനാ. പോയാ വഴിക്ക് നാളെ ഈസ്റ്റർ. അപ്പൊ നാളെ ഈസ്റ്റർ കുർബാന കഴിഞ്ഞ് എങ്ങനെ കടയിൽ കയറുന്നൊക്കെ ഓർത്ത്. അപ്പൊ ഞാൻ എന്നാടാ സന്ധ്യ ആയി കുട്ടി കയറണമെന്നോ? നീ എന്നീ പറയണേ. കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ രണ്ടുപേരും അടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ ഈസ്റ്ററിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നാളത്തെയൊക്കെ വീഡിയോ. ഇന്നാണ് നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ആനാവെള്ളം വെഞ്ചരിച്ച് തരുന്ന ദിവസമൊക്കെ ആയിരുന്നു. അപ്പം എനിക്കറിയില്ലായിരുന്നേ. ഞാനാണെങ്കിൽ യാക്കോബിറ്റ് സഭയിൽ നിന്ന് RCയിലേക്ക് വന്നതുകൊണ്ട് എനിക്കിതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ കുർബാന എപ്പോഴാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഇന്ന് നൊവേന ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മമ്മിയാണ് പറഞ്ഞത് ഇന്ന് ആനവെള്ളം വെഞ്ചരിച്ച് വരുന്ന ദിവസമാണ്. നൊവേന ഇനിയിപ്പോൾ പെരുന്നാളായതുകൊണ്ട് എല്ലാ ദിവസവും നൊവേന ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നൊവേന സ്ഥിരമായിട്ട് കൂടുന്നതാണ്. നൊവേന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടവക മധ്യസ്ഥൻ ഗിവർഗീസ് സഹദായാണ്, സെൻറ്റ് ജോർജ്. അപ്പം ആ മധ്യസ്ഥനോടുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്കാണ്. ഏത് മധ്യസ്ഥനാണോ ഒരു പള്ളിയിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആ മധ്യസ്ഥനോടോ അല്ലെങ്കിൽ മധ്യസ്ഥയോടോ ഒക്കെയുള്ള പ്രത്യേക പ്രാർത്ഥനയ്ക്കാണ് നൊവേന എന്ന് പറയുന്നത്. അപ്പോൾ നൊവേന എനിക്ക് കൂടാനും ഉണ്ട് ഇനി. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ ഇന്ന് അനവെള്ളമൊക്കെ വെഞ്ചരിച്ച് തരുമെന്ന് പറഞ്ഞത്. അത് വെള്ളം വെഞ്ചരിച്ച് അച്ഛൻ വാഴ്ത്തി പ്രാർത്ഥിച്ച് തരുന്നതിനെയാണ്. അപ്പം ഇന്നത് വാഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു കുപ്പി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം മഞ്ജുവിൻ്റെ മമ്മി പറഞ്ഞ് കുപ്പി കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ നമ്മളൊരു ചെറിയ കുപ്പിയാട്ടോ കൊണ്ടുപോയത്. പിന്നെ അവിടെ നിന്ന് ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 2 ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നു. അപ്പം ഈ വെള്ളമൊക്കെ നമ്മൾ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. രോഗങ്ങൾ മാറാനൊക്കെ നല്ലതാണെന്ന് നമ്മുടെ ഒരു വിശ്വാസമാണത്. പിന്നെ വീട്ടിലിത് തളിക്കുന്നത്. അപ്പം ഞാൻ വീടൊന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീടൊന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ വെള്ളമൊക്കെ ഒന്ന് തളിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എല്ലാ കട്ടിളപ്പടികളിലൊക്കെ ഒരു കുരിശൊക്കെ വരച്ച് അപ്പം തളിക്കാമെന്ന് വിചാരിക്കും. നമ്മൾ വെള്ളാങ്കണ്ണിയൊക്കെ പോകുമ്പോൾ ഇതുപോലെ വെഞ്ചരിച്ച് വെള്ളം കിട്ടുമല്ലോ, അതൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ തളിക്കാറുണ്ട്, വീട്ടിൽ വയ്ക്കാറുണ്ട്. പിന്നെ അച്ഛന്മാർ വീട്ടിൽ വന്ന് വീട് വെഞ്ചരിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിന്ന് പോയ വഴിക്ക് നാളെ ഈസ്റ്റർ. അപ്പോൾ നാളെ ഈസ്റ്റർ കുർബാന കഴിഞ്ഞ് എങ്ങനെ കടയിൽ കയറുമെന്നൊക്കെ ഓർത്ത്. അപ്പോൾ ഞാൻ ഇന്ന് ബീഫും ലിവറൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഹാൻസിന് ലിവർ വലിയ ഇഷ്ടം. അപ്പോൾ അത് ഞാനങ്ങ് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ 5-6 വിസിലൊക്കെ അടിച്ചത് വെന്തു. വെള്ളം വറ്റാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുക്കറിൽ തന്നെ വെള്ളം വറ്റാനായിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു. കുക്കർ ക്ലോസ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റത്തില്ല. വെള്ളം വറ്റിയതിന് ശേഷം ഇപ്പം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കടുക് പൊട്ടിച്ച് അതിനകത്ത് ഇട്ടിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ദാ ലിവർ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലക്കൂട്ടും എല്ലാം കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചത്. ഇനി എണ്ണയിൽ കടുക് മൂപ്പിച്ച് ഇട്ടാൽ മതി. അതിന് ശേഷം ഇവിടെ ബീഫ് നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെറുപ്പത്തിലെ പോലെ തന്നെ ഇപ്പോഴും വീട്ടിലെ പിടി തന്നെയാണ് ഇന്നും ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ എന്നും നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നപ്പോൾ തലേദിവസം പിടി വേവിച്ച് വെക്കും. പിറ്റേ ദിവസം ഈസ്റ്ററിന് കുർബാനയൊക്കെ കഴിഞ്ഞ് രാവിലെ പോയിട്ടാണ് മാർക്കറ്റിൽ നിന്ന്, പണ്ടപ്പള്ളി മാർക്കറ്റിൽ നിന്ന് നമ്മൾ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ പപ്പയൊക്കെ അല്ലേ വാങ്ങുന്നത്. അതുകൊണ്ട് വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അങ്ങ് വാങ്ങി. നാളെ ഇങ്ങനെ കടയിലൊക്കെ പോകുന്നതെന്ന് ഓർത്ത്. വേറെ ആരും പോകാനൊന്നും ഇല്ലല്ലോ എന്നേ. ആൻസോട്ടനൊന്ന് വളർന്നിട്ട് വേണം നമുക്ക് ആൻസിനെ കടയിലൊക്കെ വിടാനായിട്ട്. അപ്പം ഞാനിവിടെ കുക്കിങ്ങിൻ്റെ ഇടയിലാണ് കൂട്ടുകാരെ. അപ്പം എല്ലാവർക്കും ഈസ്റ്റർ ദിന പ്രത്യേക ആശംസകളൊക്കെ അറിയിക്കുകയാണ്. പിന്നെ ആൻസേ വന്നേ, നീ ഒരു ഹായ് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. ആൻസോട്ടൻ എൻ്റെ അനുജനാണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങ് വന്നേ. കോഴിക്കോട് നിന്നും ഒരു അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കേട്ടോ. ആൻസൂട്ടൻ്റെ ഒരു ഹായും ചക്കരവുമ്മയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മ മാത്രമുള്ളോ? എങ്ങനെ ചക്കരവുമ്മ? ഓ എന്താ ഒരു ചിരി. കളിച്ച് ആൻസൂട്ടൻ ഭയങ്കര വിറക് പറക്കലൊക്കെ ആയിരുന്നു. ആൻസ് കൊണ്ടുവന്ന് വലിയ വിറക്. അതെ, ഇത് കരിഞ്ഞു പോകും. നീ പോ നീ മാറ്. അപ്പോൾ ഇതിനിപ്പോൾ ഒലത്തണം.
ഫ്രൈ ആക്കണം. അപ്പം ഞാൻ ബാക്കിയെല്ലാം ചേട്ടാ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നോക്കും. എടാ എരിവുണ്ടായിരുന്നോടാ? അപ്പം നമുക്കിത് റെഡി ആക്കട്ടെ കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടോ. ലിവർ ഫ്രൈ ഉണ്ടാക്കിയിട്ട് വേണം ചോറുണ്ണാനെന്നും പറഞ്ഞിവിടെ പലരും ഇരിക്കുന്നുണ്ട്. ഇവിടെ പലരും. അമ്മച്ചാണ് എന്നെ കയ്യോടെ പിടിപ്പിച്ച്, പള്ളി കഴിഞ്ഞാൽ എന്നെ കയ്യോടെ പിടിപ്പിച്ച് ലിവർ ഫ്രൈ ഉണ്ടാക്കിച്ചതാണ്. എന്നിട്ട് ഇപ്പം ചോദിച്ചപ്പോൾ അമ്മച്ചി പറയാണ് എനിക്കിപ്പം വേണ്ട ഞാനിപ്പോൾ കേൾപ്പിക്കാവേ. ഇവിടെ ഒരുത്തനാണെങ്കിൽ ഇരുന്ന് പടം വരയ്ക്കുന്നു, അടിയിൽ നിന്ന് മുകളിലേക്ക് പടം വരയ്ക്കുന്നു. അതൊക്കെ എന്താണ് അമ്മച്ചി ചോറണില്ലേ? അപ്പം നമ്മൾ ആനവെള്ളം കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതൊരു കുപ്പി, പിന്നെ ഇതൊരു കുപ്പി കേട്ടോ. 2 കുപ്പി ആനവെള്ളമാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇത് ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ അത് എനിക്കറിയില്ല. നീ മാറിക്കെ ചോറ് കൊണ്ട് വെക്കട്ടെ. നീ സ്റ്റൂളും കൊണ്ട് മാറില്ല. നീ കസേര ഇങ്ങിട, എന്നിട്ട് അപ്പുറത്തിരിക്കണ കസേര നീ എടുക്കുക. ഞാനത് പള്ളി പോയിട്ട് വന്നപ്പോൾ പഴം വാങ്ങിച്ചോണ്ടോ വന്നേ. ഇന്നലെ വാങ്ങിയ പഴം ദാ ഇതുപോലെ കറുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ പറയാനായിട്ട് പറയരുത്, ആരും ചീറ്റിംഗ് ചെയ്യരുത്. ആ ചെയറിൽ നിന്ന് പേപ്പറൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അതുപോലെ കൊക്കക്കോളയുടെ കുപ്പി ചീപ്പൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിക്കേ. ആരും ചീറ്റിംഗ് ചെയ്ത് ഞാൻ പറയാനായിട്ട് പറയാം. ഇവിടെ നിൽക്കാം. 10 സെക്കൻഡ് അല്ല 20, 10 സെക്കൻഡിനുള്ളിൽ പറയണം. ഞാൻ പറയാനായിട്ട് ചീറ്റിംഗ് ചെയ്യരുത്. ആരാണ് ആദ്യത്തെ ടാങ്കിന് പുറംചട്ട ഉണ്ടാക്കിയത്? ടാങ്ക് എന്ന് വെച്ചാൽ പീരങ്കി. ഓ, ആദ്യത്തെ പീരങ്കിക്ക് പുറംചട്ട ഉണ്ടാക്കിയത് ആരാണ്? ആരാ പറ. 1 2 3 4 5 6 7 8 9 ആരാ ഉണ്ടാക്കിയേ? 10 10 ഉണ്ടാക്കിയേ? എനിക്ക് പറയട്ടെ. ലിയനാർഡോ ഡാവിഞ്ചി ആണോ അതിന് രൂപകൽപ്പന ചെയ്തത്? ആദ്യത്തെ ടാങ്കിന് പുറംചട്ടയുടെ രൂപകൽപ്പന ചെയ്തത്. പുതിയ അറിവാണല്ലോ. എവിടെ നിന്ന് പഠിച്ചു? മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നിന്നാ? ഉണക്കവിറകാണ് കേട്ടോ ഇത് മുഴുവൻ. കുശുത്ത് പോയ വിറകില്ലടാ, വെയിറ്റ് ഇല്ല, അപ്പടി കുശുത്ത് പോയി. അപ്പോൾ ആ മരമെല്ലാം കുശുത്ത് നിൽക്കുമായിരുന്നല്ലേടാ. പോയി ഒട്ടും വെയിറ്റ് ഇല്ല, കടലാസ് പോലെ ഇരിക്കുന്ന അല്ലടാ, വെയിറ്റേ ഇല്ല, കുശുത്ത് പോയി. നീ ആടാൻ അവിടെ ഒറ്റയ്ക്കാണല്ലടാ. നല്ല കാറ്റിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അടുക്കള ഭയങ്കര ചൂടാ. എല്ലാം കുശുത്തിരിക്കണതാ, എല്ലാം കുശുത്തതാ. കണ്ട ഒടിഞ്ഞു പൊടിഞ്ഞു പോണു. എല്ലാം കുശുത്തതാ. അതിനി പൊടിക്കണ്ടാ, കുശുത്തതാ. ചീസാന്നോർത്തോ? ഒരുത്തൻ കയറി നിൽക്കണൊക്കെ സന്ധ്യ ആയി കഴിഞ്ഞാൽ. നമ്മുടെ ലില്ലിപ്പൂവൊക്കെ കരിഞ്ഞു പോയല്ലോടാ. നമ്മുടെ ലില്ലിപ്പൂവെല്ലാം കരിഞ്ഞു പോയല്ലോന്ന്. കലേടിയ മുളച്ച് വന്നു. കലേടിയൊക്കെ വാടി പോയി നിൽക്കുമായിരുന്നത്. ഇത് കർത്താവിൻ്റെ കണ്ണുനീരും ചോരയും വീണതാന്ന് ഞങ്ങൾ പറയുമായിരുന്നേ. ഇത് ചോര, ഇത് കണ്ണുനീരെന്ന്. പണ്ടൊക്കെ ഞങ്ങളത് നേരാന്ന് വിശ്വസിച്ചിരിക്കുമായിരുന്നു. ഈ കലേടിയം നല്ല ഭംഗിയില്ലേ ഈ കലേടിയം കാണാൻ. അതുപോലെ തന്നെ ഇത് ഈ കലേടിയം അത് നല്ല രസമുണ്ട്.
അത് അമ്മച്ചിയുടെ അവിടെ ഇടവപ്പള്ളിയിലൊക്കെ നിൽക്കുന്നതാണ് എന്നെ രസം എന്നറിയാം. നല്ല കട്ട ചോര പോലെ നിൽക്കും. ഇന്ന് വിരിഞ്ഞിരിക്കുന്ന പൂക്കളാണ് കേട്ടോ ഇതൊക്കെ. ചെമ്പരത്തി, കട്ട ചെമ്പരത്തി. പിന്നെ ഇതാ നമ്മുടെ തുളസി. ഇത് പോയില്ല കേട്ടോ. ഇത് ഉണങ്ങി പോയെന്ന് ഓർത്തിട്ടേ ഇതിന് നല്ല തളിരല്ല വരുന്നത്. എന്താണേലും നമ്മളിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷികൾക്കൊക്കെ. അതിൻ്റെ അടുത്ത് ബൊമ്മാസിന് അരി ഇട്ടേക്കുന്നത്. അപ്പോൾ പക്ഷികൾ വന്നിട്ട് അരിയും കഴിക്കും, അതുപോലെ വെള്ളവും കുടിക്കും. ചിലരിറങ്ങി അതിനകത്ത് കുളിക്കും. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ചീര തോരൻ വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് മിക്കപ്പോഴും ചീരത്തോരനും അതുപോലെ തന്നെ കിളിമീൻ കറി വെച്ചത്, ചെങ്കലവ കിളിമീൻ കറി വെച്ചത്, മുട്ട പൊരിച്ചതുമായിരുന്നു എനിക്ക് സ്ഥിരം അമ്മച്ചി ഉണ്ടാക്കി തന്നിട്ടുണ്ടിരുന്നത്. ഇവിടെയാണ് ഈ പൊരിഞ്ഞ അടി അടക്കുക. പൊരിഞ്ഞ അടി അടക്കണ കാണിച്ചല്ലേ ഇവിടെ. ആ അമ്മച്ചീനെ എല്ലാവരും കാണട്ടെ. അമ്മച്ചിയുടെ ഒച്ച കേൾക്കട്ടെ. കലിപ്പൻ്റെ കാന്താരി എല്ലാവരും കണ്ടുകൊള്ളൂ ഗൈസ്. അമ്മച്ചിയുടെ അല്ല, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വരൂലേ. അമ്മച്ചി ഇത്രയും കാണിക്കുമ്പോൾ അതിൻ്റെ പകുതി എങ്കിലും കാണിക്കണ്ട അല്ലേ ഡാൻസേ? എന്നാ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഉള്ളതാ. എന്നാന്ന് പറ. അമ്മച്ചി പറഞ്ഞു കൂടുതലൊന്നും വേണ്ടണ്ടെന്ന്. അമ്മച്ചി ഇന്ന് ബാക്കി പറഞ്ഞു തരും എന്താന്ന്. പടാ കണ്ടോ, ഇതാ അമ്മച്ചിയുടെ ദേഷ്യം. വെറുതെ കുറച്ചേക്കും ഞാൻ എന്നാ പറയാനാ. എടാ നല്ല നോക്കി എടുക്കണോ? അത് നിന്നെ കൊച്ചാന്ന് വിളിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. നിന്നെ ദേഷ്യപ്പെട്ടതായോണ്ടേ. കൊച്ചല്ല പിന്നെ ആരാ? ആ വലിയ തടിയനാ. നീ നിന്നെ തടിയാന്ന് വിളിച്ചടാ. എന്താ തടിയാന്ന്? അയ്യോ ഞാൻ കറി വെക്കാൻ പോവാ. എടാ പൊടി എന്നാ പിന്നെ ഇങ്ങോട്ട് പറക്കിയിടാ. പൊടി വെച്ചേക്കുന്നത് അത് അടുപ്പ് കത്തിക്ക് എടുക്കാൻ മേലേ. ആ പൊടികളെല്ലാം കിടക്കണത് അത് എടുക്കാൻ വേണ്ടിയല്ലേ. അത് അതിലേക്ക് ചെറുക്ക കാലയിലേക്ക് ഇടല്ലേടാ. ഒരു ദിവസത്തേക്കില്ല ഈ വറക. എടാ മാറാ. എടാ മാറുന്നേ. എടാ ഈ ക്യാമറ ഇതാവൂടാ. ചെറുക്ക നിക്കണ വേർത്ത് കുളിച്ച. ഞാൻ ഇറങ്ങിക്കില്ല. എൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത്. ആ പൊടി ഇങ്ങ് എടുത്തില്ലല്ലോ എന്നിട്ട് ആരും. ആ മുകളിലിരിക്കണ പൊടികള്. ആ എങ്കിൽ പിന്നെ ആ കൊച്ച അതിന് മുകളിലേക്ക് കയറ്റി വെക്കൂലായിരുന്നോ? അങ്ങനെ നാളത്തോടു കൂടി നമ്മുടെ ഈസ്റ്റർ, ഈ വർഷത്തെ ഈസ്റ്ററും തീരുവാണ്. പക്ഷേ പിന്നെ ഇനി പെരുന്നാളും അതുപോലെ തന്നെ റംസാന്, അത് പിന്നെ വിഷു ഒക്കെ ഉണ്ട്. ഞാനെല്ലാം ആഘോഷിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഓരോ ആഘോഷങ്ങളും വിടാറില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ മദേഴ്സ് ഡേ വരെ ആഘോഷിക്കാറുണ്ട്. എന്നാടാ സന്ധ്യ ആയി കുട്ടി കയറണമെന്നോ? നീ എന്നീ പറയണേ? കടിക്കണ നീ പോണേ കൂടാ. നിൽക്ക. ഞാൻ മടിയിൽ കയറാൻ വന്നപ്പോൾ മടി കയറ്റിയില്ലേ. അവിടെ ഇരുന്നാടാ എന്നാ. മടി കയറി ഇരിക്കണോ? ഓ ആശാനിരുന്ന്. എൻ്റെ പൊന്നമ്മോ. ഇവരുടെയൊക്കെ സ്നേഹം നിഷ്കളങ്കമാണ്. അതുപോലെ സ്നേഹിക്കാൻ ഇവർക്ക് കഴിയും. കോഴികളാണെങ്കിൽ പോലും അല്ലേ അത്ഭുതം തോന്നാറുണ്ട് ആർക്കെങ്കിലൊക്കെ. എൻ്റെ ബൊമ്മാസിനെ കണ്ടട്ടെ. ദേടാ ബൊമ്മാസ് ഫാൻസ് അസോസിയേഷൻ. ബൊമ്മാസേ നാടൻ കോഴിപ്പൂവനാണേ. ഞാനൊരു ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിയത്. ഇപ്പം 2 കൊല്ലം ആകുന്നു. ഇവിടെ കോഴി കൊല്ലത്തില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. തനിയെ അവർ ചത്തുപോവുക. കൊക്കര കുട്ട.
ബൊമാസേ 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 ഒരു ദേണ്ട കണ്ണാടിക്കകത്ത് വേറൊരു കോഴി നോക്ക്, കണ്ടോടാ? ബൊമാസിനെ എല്ലാവരും കാണുക. ഈ ലോകം മുഴുവനുള്ള ആളുകൾ എൻ്റെ ബൊമാസിനെ കാണുന്നുണ്ട്. ആ, ജോലിയൊക്കെ കഴിഞ്ഞ് ആൻസൂട്ടൻ ഇവിടെ ക്ഷീണിച്ച് എത്തിയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ബീഫ് കറി വെക്കാനായിട്ടെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പം നാളെ ഈസ്റ്ററിൻ്റെ കുർബാനയ്ക്ക് പോകണം. പാതിര കുർബാനയൊന്നും പിന്നെ നമുക്ക് അങ്ങനെ വിധിച്ചിട്ടൊന്നുമില്ല, ആൻസ് വലുതാവണം. പിന്നെ രാവിലെ 7ൻ്റെ കുർബാനയ്ക്കൊക്കെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നു. 6ൻ്റെ കുർബാനയ്ക്ക് പോകണമെങ്കിൽ നമുക്കിവിടുന്ന് വണ്ടിയൊന്നും കിട്ടത്തില്ല. എപ്പോഴും വണ്ടി വിളിക്കുകയും ചെയ്യണം. ബസ് ഈസ്റ്ററിന് ബസ് ഉണ്ടാകും എന്ന് വിചാരിച്ച് നമുക്ക് ഈസ്റ്ററിന് ബസ് ഉണ്ടാകുമായിരിക്കും ഇല്ലടാ? ബസ്സിനൊക്കെ പോയാലോ? ഞാനവിടെ സാരി ഉടുക്കാത്തിരിപ്പുണ്ട്. അതാണെങ്കിൽ ബ്ലൗസ് തയ്ച്ചുമില്ല. തയ്ക്കുമായിരുന്നെങ്കിൽ ഇട്ടുകൊണ്ടൊക്കെ പോകാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ലഡാൻസുട്ട, കക്കരക്കുട്ട, ചക്കരക്കുട്ട, പഞ്ചാരക്കുട്ട, ഉമ്മാരത്തെങ്ങോ ഓ സൂചി കുത്താൻ ഇടം കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടാലി കയറ്റും. ഇപ്പം കണ്ടില്ലേ, ശ്വാസം മുട്ടിപ്പോയി എനിക്ക്. ഭയങ്കര ഉമ്മാടാ, കടിക്കാൻ പറ്റില്ല കേട്ടോടാ ഉമ്മ. എടാ കടിക്കാൻ പറ്റില്ല എന്നാ അവൻ എന്ത് സാധനമാകും പോലെ കുത്തണാട്ടില്ലേ. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് സ്ഥിരമൊക്കെ കമൻ്റ് ഇടുന്നൊരു അമ്മയുണ്ട്. ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ എന്നും പറഞ്ഞുകൊണ്ട് ആയിരുന്നു. ഇപ്പം ആരോഗ്യമുള്ളിടത്തോളം പോകും എന്നൊക്കെ അവളുടെ പേര് മാറ്റി. അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ടും അസുഖമൊക്കെ മാറാനുള്ള ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്കൊക്കെ അമ്മ വീഡിയോയ്ക്ക് കമൻ്റ് ഒന്നും ഇടത്തില്ല. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ മിക്കവരും ഏജിൽ നല്ല പ്രായമുള്ളവരും അമ്മമാരും അതുപോലെ ഉള്ളവരൊക്കെയാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. പിന്നെ ലേഡീസാണ് എൻ്റെ വീഡിയോ കൂടുതലും കാണുന്നത്. അപ്പോൾ ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ആരോഗ്യത്തോടു കൂടി വരാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം സിമിയോടാണെങ്കിലും പ്രത്യേകമായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമി എന്ന് പറയുന്ന നമ്മുടെ ചാനലിലുള്ള നമ്മുടെ ഒരു കുടുംബാംഗമാണ് അമ്മ ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നും പറഞ്ഞ് അറിയിച്ച് എൻ്റെ ഒരു ചാനലിലേക്ക് കൊണ്ടുവന്നതും. അപ്പോൾ സിമിയെ ഒന്ന് അറിയിക്കണേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സിമിയുടെ പേഴ്സണൽ നമ്പറോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇൻസ്റ്റ ഐ ഡി ഒന്നും എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ പറയാനേ മാറുകയുള്ളൂ. അപ്പം എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ബിന്ദു ഡ്രീംസ് ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും പലവിധ പ്രശ്നങ്ങളാലൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് ട്രൈപോഡ് എടുക്കുമായിരുന്നു കേട്ടോ. കയ്യിൽ മൊബൈൽ പിടിച്ചങ്ങ് മടുത്ത്. ഞാൻ ഓർക്കത്തില്ലെന്നേ, ഞാനവിടെ കറിയാണേ വെക്കാൻ വെച്ചേക്കുമായിരുന്നു. നമ്മൾ ഈസ്റ്ററിന് പിടി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെക്കാറുണ്ട്, ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയില്ല കേട്ടോ. എൻ്റെ ബാസ്കിമോൻ ഇടയ്ക്ക് വാതിലും തുറന്നപ്പോഴത്തേക്കും അവൻ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊരൊറ്റ ഓട്ടം രാത്രിയിൽ. പിന്നെ അവനെ പോയി പിടിച്ചോണ്ട് വന്നു. ബെൽറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബെൽറ്റ് ഇടാതെ വെളിയിലേക്ക് വിടാനും പറ്റിയില്ലല്ലോ. പിന്നെ പോയി പിടിച്ചോണ്ട് വരണ്ട എന്നിട്ട് ഒളിച്ചിരിക്കുന്നു. ഞാനെന്നിട്ട് തല്ലുമെല്ലാം വെച്ച് കൊടുക്കുമെന്ന് ഓർത്തണ്ടേ എനിക്ക് ഉമ്മ തരുന്ന. ഭയങ്കര സോപ്പിംഗ് ആണേ കള്ളച്ചെറുക്കൻ. ബീഫൊക്കെ വെന്ത് കഴിയുമ്പം ചെറുക്കന് കോരി ഇഷ്ടം പോലെ കൊടുക്കണം. അല്ലാടെ ഇറക്കാ, നിന്നോടല്ല ബാസ്കിനോടാ. ബാസ്കി ചെക്ക ഒട്ട കണ്ടിട്ട് നോക്കണ കുഞ്ഞിൻ്റെ പേരെന്നാ? ഇതിൻ്റെ അടി കിടപ്പുണ്ട്. ഫോട്ടോ കണ്ടിട്ട് നോക്കുന്ന കുഞ്ഞിൻ്റെ പേരെന്താ? എന്നാടാ മിണ്ടാതെ ഒരു നിമിഷം സൈലൻ്റ് ആയിട്ട് ഇരുന്നു പോയി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഒരു തവണ ഈസ്റ്ററിന് ഞാൻ പള്ളിയിൽ പോയിട്ട് ഓട്ടോ പോലും കിട്ടിയില്ല എന്നുള്ളത്. അപ്പം നാളെ ബസ് ഉണ്ടാവുമോ കൊച്ച? എനിക്ക് അറിയാൻ പാടില്ല. ബസ്സില്ലെങ്കിൽ മുതലക്കെടുത്തുന്നൊരു ഓട്ടോ പറഞ്ഞുകൂടെ നമുക്ക് ചേട്ടനോട് പറയാനുള്ള ആൻസർ. മുതലക്കെടുത്തുന്നൊരു ഓട്ടോ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് അവിടെ എങ്ങാനും പോയി നിൽക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയുകയായിരുന്നു. അപ്പം നമുക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഒന്ന് കുളിക്കണം, കിടക്കണം, അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ സാരിയുടെ കാര്യമൊന്നും ആയില്ലോടാ. എന്ത് ചെയ്യൂ ഡാൻസ്? പറഞ്ഞടാ, സാരിയുടെ കാര്യമൊന്നും ആയില്ലാലോ. സാരി ബ്ലൗസ് തയ്ച്ചില്ലാലോ.
ഇനി വിഷു വരുന്നുണ്ട്, പെരുന്നാളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇവനെ ഇനി അന്ന് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി പോക്കണം. അമ്മാതിരി അഴുക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത്. എനിക്കും ഒപ്പം തന്നെ വെള്ളത്തിൽ പോയി മുങ്ങണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വിശേഷം പുതുത്ത വീഡിയോ കേട്ട് വീണ്ടും വരവേക്കും. ബൈ.